നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോഴും മോള് ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അമ്മ ഫോൺ ചെയ്യാനായിട്ട് വരുമ്പോ വിളിക്കുന്നത് എന്നെയാണെന്ന് ശിവാനിക്ക് അറിയാമായിരുന്നു. അതൊക്കെ മനസ്സിലായി കാണും. നിധിയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞല്ലേ ഞാൻ വന്ന് ഫോൺ എടുത്തത്. മോളും ഗൗതമും വരുന്നു പറഞ്ഞപ്പോഴേക്കും ശിവാനി ഇവിടുന്ന് നേരെ പോയി ഷെൽഫ് തുറന്നു. ഇത് ഇവിടെ അമ്മാവൻ അങ്ങനെ ഒരു മരുന്ന് വാങ്ങി വെച്ചിരിക്കുന്നത് അമ്മയ്ക്ക് നേരത്തെ അറിയായിരുന്നു. സത്യം പറഞ്ഞ അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് ഞാൻ അറിയുന്നത് എപ്പോഴാ? ഏട്ടൻ ചെടികൾക്കൊക്കെ അടിക്കാൻ വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന വിഷാന്ന് ഏട്ടത്തി പറയുന്നുണ്ടായിരുന്നു. ചെടികൾക്കൊക്കെ ഇങ്ങനെയുള്ള വിഷമരുന്നുകൾ വാങ്ങി ഏട്ടൻ അടിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബാക്കി സംഭവങ്ങൾക്കൊക്കെ ഞാനും ദൃക്സാക്ഷിയായിരുന്നല്ലോ. ഞാനിവിടെ വന്നു കയറിയതും ശിവാനി വേഗം മുറിയിൽ കയറി കഥ കടച്ചു. അതെ, അതിനകത്തുനിന്നാണല്ലോ അവള് വിഷം കഴിച്ചത്. അമ്മയൊന്ന് വന്നേ, എനിക്ക് ശിവാനിയുടെ മുറിയിലൊന്ന് പോകണം. ഗൗതം ഡോറ് തള്ളി തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോഴേക്കും ശിവാനി ആ വിഷം കഴിച്ചിരുന്നു, അല്ലേ അമ്മ? അതെ, ഗൗതമല്ലേ ശിവാനിയുടെ കയ്യിൽ നിന്ന് ആ കുപ്പി തട്ടിക്കളഞ്ഞത്. ആ കുപ്പി പിന്നെ എന്ത് ചെയ്തു? അത് നിലത്ത് വീണ് പൊട്ടിപ്പോയില്ലേ. എടുത്തി എണീറ്റ് അതൊക്കെ അടിച്ചുവാരി കളഞ്ഞ് ഈ റൂം തുടച്ചു വൃത്തിയാക്കുകയും ചെയ്തു. എന്താ മോളെ? അല്ല, ശിവാനിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞതും അമ്മായി ബോധം കെട്ട് വീണു. പിന്നെ എപ്പോഴാ പുള്ളിക്കാരി എഴുന്നേറ്റത്? ഒന്ന് രണ്ട് തവണ ഞാൻ കുലുക്കി വിളിച്ചപ്പോ തന്നെ എടുത്തി ഉണർന്നു. ആൾ എഴുന്നേറ്റ ഉടനെ തന്നെ മുറിയും വൃത്തിയാക്കിയല്ലേ? ഞാൻ അടിച്ചുവാരി കളയാന്ന് പറഞ്ഞതാ, എന്നിട്ട് കേട്ടില്ല. എടുത്തി തന്നെയാ കുപ്പിച്ചില്ലുകൾ വാരിക്കളഞ്ഞത്. ആ കുപ്പിച്ചില്ലുകൾ എവിടെയാ കൊണ്ട് കളഞ്ഞെന്ന് അറിയോ അമ്മയ്ക്ക്? വേറെ എവിടെ കൊണ്ട് കളയാനാ? നമ്മുടെ പഴയ ആക്രി സാധനവും കുപ്പിയും പാട്ടയൊക്കെ ഇടുന്ന സ്ഥലമല്ലേ, അവിടെ തന്നെ ആയിരിക്കും കൊണ്ടുപോയിട്ടത്. അമ്മയൊന്ന് വന്നേ, നമുക്കതൊന്ന് പോയി നോക്കാം. പൊട്ടിയ കുപ്പിച്ചില്ലുകളൊക്കെ പെറുക്കി കൂട്ടി ഒരു പേപ്പറിൽ പൊതിഞ്ഞ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ടത്. മിക്കവാറും അത് അവിടെ തന്നെ കാണും. ഈ ചില്ലുകൾ എനിക്ക് ചിലപ്പോ വലിയൊരു സത്യത്തിലേക്കുള്ള വഴിയായിരിക്കും തുറന്നു തരുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ. അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ. ആശുപത്രിയിൽ അവിടെ ക്യാൻറ്റീനിൽ നിന്ന് കൊടുക്കുന്ന കഞ്ഞി മാത്രമേ കുടിക്കാവൂ എന്ന് പറഞ്ഞ ശിവാനി അവിടെ കഴിക്കുന്നത് ചിക്കൻ പൊരിച്ചതാ. നേഴ്സ് കൊണ്ടുകൊടുത്ത കഞ്ഞി അപ്പാടെ വേസ്റ്റ് ബിന്നിൽ കളഞ്ഞിരിക്കുന്നു. ഡ്രിപ്പ് സെറ്റ് ഊരി വിട്ടിരിക്കുന്നു. അപ്പോഴേ എനിക്കൊരു പന്തികേട് മണത്തതാ. ഇപ്പൊ എനിക്ക് ഒരു കാര്യം കൂടി വ്യക്തമായി. ശിവാനി വിഷം കഴിച്ചു എന്നറിഞ്ഞുടൻ അമ്മായിക്ക് ബോധം നഷ്ടപ്പെടുന്നു. ബോധം തിരിച്ചു കിട്ടിയ ഉടനെ എഴുന്നേറ്റ് കുപ്പിച്ചില്ലുകൾ വാരിക്കളഞ്ഞ് അവിടം തുടച്ച് വൃത്തിയാക്കുന്നു. മൊത്തത്തിലൊരു വശപ്പിച്ചക ലക്ഷണം ഇല്ലേ അമ്മ? അപ്പോ ശിവാനി കുടിച്ചത് വിഷമല്ലെന്നാണ് നമ്മോട് പറയുന്നത്. ഒന്നും തീർത്ത് പറയാറായിട്ടില്ലമ്മേ. ഇനിയും തെളിവുകൾ വേണം. ഇപ്പൊ ശിവാനി അവളുടെ അമ്മയും ചേർന്ന് നടത്തുന്നത് എല്ലാവരെയും പറ്റിക്കാനും ചതിക്കാനുമുള്ള നാടകമാണെന്ന് തെളിഞ്ഞാൽ പിന്നെ ഇതുവരെ കണ്ട നിധിയെ ആയിരിക്കില്ല അവര് കാണാൻ പോകുന്നത്. നീ പറയുന്നെല്ലാം കേട്ടിട്ട് അവര് നമ്മളെ പറ്റിച്ചു എന്നാ തോന്നുന്നേ. അമ്മേ, ഞാൻ നിന്ന് സമയം കളയുന്നില്ല.
എനിക്ക് അത്യാവശ്യമായിട്ട് ഗൗതമിനെ ഒന്ന് കാണണം. ഞാൻ ഇറങ്ങട്ടെ. വാ. ഹലോ നിർമ്മലെ, നിനക്ക് സുഖമായിരിക്കുന്നോ? നിന്നെ വിളിക്കണമെന്നും ആശുപത്രി വന്ന് കാണണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാ ഞാൻ. പക്ഷേ പല പല പ്രശ്നങ്ങളല്ലേ, നടന്നില്ല. എന്തായാലും അവിടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ടല്ലോ. നീ വേഗം സുഖമായി മടങ്ങി വരാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. എന്തിനാ പാർവതി എന്നോട് ഈ അഭിനയം? ഇത്തരം നാടകങ്ങളൊന്നും ഇനി എന്നോട് വേണ്ട. എന്റെ മരണം ആഗ്രഹിക്കുന്നവരിൽ ഒന്നാം സ്ഥാനത്ത് നീ ഉണ്ടാവൂന്ന് എനിക്ക് നന്നായിട്ടറിയാം. വെറുതെ മനസ്സിൽ തോന്നുന്നു വിളിച്ചു പറയല്ലേ നിർമ്മലെ. നിന്നോട് എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടാവാം, പക്ഷെ നിന്റെ മരണം ആഗ്രഹിക്കാൻ വേണ്ടി ക്രൂരയൊന്നുമല്ല ഞാൻ. ജീവിതത്തിൽ നീ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്നെയാ, സത്യമല്ലേ? ഒരു കാര്യം ഉറപ്പാ, ഗൗതമനോട് സത്യം തുറന്നു പറയുന്നതിൽ നിന്നും നിധിയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് നീ തന്നെയല്ലേ? ഞാൻ നിധിയെ തടയുന്നുണ്ടെങ്കിൽ തന്നെ അതിലെന്താ തെറ്റ്? നിനക്ക് വേണ്ടാതെ ഉപേക്ഷിച്ചു പോയ കുഞ്ഞല്ലേ ഗൗതം. അവനെ എടുത്തു വളർത്തി വലുതാക്കി ഈ പരുവ എത്തിച്ചപ്പോ നീ മടങ്ങി വന്ന് നീയാണ് പെറ്റമ്മയെന്ന സത്യം അവനെ അറിയിക്കണമെന്ന് പറഞ്ഞ അതിനെ നന്ദികേടെന്നല്ലാതെ പിന്നെ എന്താ പറയേണ്ടത്? നിർമ്മലെ, ഈ ജീവിതകാലം മുഴുവൻ എന്നോട് കടപ്പെട്ടിരിക്കേണ്ടവളാ നീ. നിന്റെ ചോരയാണ് ഗൗതം. അവനെ ഈ നിലയിൽ എത്തിച്ചതിന്റെ പിന്നിൽ എന്റെ അധ്വാനവും സ്നേഹവും. അതിന്റെ ഒരു അംശം നന്ദിയെങ്കിലും നിനക്ക് എന്നോട് കാണിച്ചൂടെ നിർമ്മലെ? എനിക്ക് നന്ദിയില്ലെന്ന് മാത്രം നീ പറഞ്ഞു കളയരുത്. എന്റെ മകനെ എടുത്തു വളർത്തിയതിന്റെ എല്ലാ കടപ്പാടും ഉള്ളതുകൊണ്ട് മാത്രമാ ഞാനൊരു സത്യം വിളിച്ചു പറയാതിരുന്നത്. അറിയാലോ, ഞാൻ വിചാരിച്ച ഒരൊറ്റ നിമിഷം കൊണ്ട് സർവ്വതും ഗൗതമനെ എനിക്ക് അറിയിക്കാൻ പറ്റും. ഏത് നിമിഷവും ശ്വാസം നിലച്ചു പോകാവുന്ന അവസ്ഥയിലാണ് ഞാൻ പാർവതി. ഇപ്പോ ആ എന്റെ ഒരു അവസാന ആഗ്രഹ, വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിലെങ്കിലും എന്റെ മോനെ എനിക്ക് വിട്ടുതരണം. നടക്കില്ല. ഗൗതം എന്റെ മകന്. എന്റെ മരണം വരെയും അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും.